നമസ്കാരം. വാരം വാർത്താ വിചാരം എന്ന പ്രതിവാര പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. വാർത്തകൾ വന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഓർത്തുവെക്കേണ്ടവ ചിലത് മാത്രമാകും. അത്തരം വാർത്തകളിലേക്ക് കടന്നു ചെല്ലുന്ന പരിപാടിയാണ് വാരം വാർത്താ വിചാരം. ഉത്സവങ്ങൾ നാടിനെ ആഘോഷത്തിമിർപ്പിലാക്കിയ വാരമാണ് കഴിഞ്ഞു പോകുന്നത്. ഓണാട്ടുകരയുടെ ദേശീയ മഹോത്സവം ചെട്ടികുളങ്ങര കുംഭഭരണി ഇക്കുറിയും ഭക്തി നിർഭരവും ആവേശഭരിതവുമായി കൊണ്ടാടി. ഓണാട്ടുകരയാകെ ഉത്സവ ആരവത്തിന്റെ കൊടുമുടിയിലെത്തിച്ച് ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷം നടന്ന ആഴ്ചയാണ് കടന്നുപോകുന്നത്. ആബാലവൃദ്ധമടങ്ങുന്ന ജനസഞ്ചയം സംഘചേതനയുടെ ഐക്യബലത്തിൽ കെട്ടിയൊരുക്കിയ കരയുടെ കാഴ്ചാരൂപങ്ങൾ തന്റെ മുന്നിലെത്തിച്ചപ്പോൾ അമ്മ അനുഗ്രഹം ചൊരിഞ്ഞതോടെ ഈ വർഷത്തെ ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന് പരിസമാപ്തിയായി. 13 കരക്കാർ ശിവരാത്രി നാൾ മുതൽ ഒരുക്കി തുടങ്ങിയ കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിലിറങ്ങിയതിന് പിന്നാലെ കെട്ടുകാഴ്ചകൾ കാണാൻ അമ്മ ജീവതയിൽ എഴുന്നള്ളിയതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയായത്. ശിവരാത്രി നാളിൽ ആരംഭിച്ച കുത്തിയോട്ട വഴിപാടുകൾ ഭഗവതിക്ക് മുമ്പിൽ സമർപ്പിച്ചു. കരകളുടെ ക്രമത്തിലാണ് കെട്ടുകാഴ്ചകൾ കണ്ടത്തിലിറങ്ങിയത്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് കരകളുടെ ക്രമത്തിൽ ദേവി ദർശനം നടത്തി കാഴ്ചക്കണ്ടത്തിലിറങ്ങി. രാത്രിയുടെ 2ാം യാമത്തിൽ ഭഗവതി തണ്ടിൽ എഴുന്നള്ളി വേലകളി ദർശിച്ചു. തുടർന്ന് വടക്ക് ഭാഗത്തെ ക്ഷേത്രകുളത്തിലെത്തി കുളത്തിൽ വേല കണ്ടു. ഇതിനുശേഷം കാഴ്ചക്കണ്ടത്തിലെത്തി കെട്ടുകാഴ്ചകൾക്ക് മുന്നിൽ അനുഗ്രഹം ചൊരിഞ്ഞ് ക്ഷേത്ര ശ്രീകോവിലേക്ക് തിരികെ എഴുന്നള്ളി. കുംഭഭരണി ദിവസം രാവിലെ കുത്തിയോട്ട സമർപ്പണങ്ങളും ക്ഷേത്രത്തിൽ നടന്നു. ദിവസങ്ങൾക്ക് മുൻപേ കുത്തിയോട്ട ഭവനങ്ങളിൽ ആരംഭിച്ച ചടങ്ങുകളും ആചാരപരമായി സമാപിച്ചു. പ്രഭാതത്തിൽ കുത്തിയോട്ട ഭവനങ്ങളിലെ ചടങ്ങുകൾക്ക് ശേഷം കുത്തിയോട്ട ബാലന്മാരെ അണിയിച്ചൊരുക്കി ദേവി സന്നിധിയിലേക്ക് ആഘോഷപൂർവ്വം ഘോഷയാത്രയായി ആനയിച്ചു. ആചാരവിശുദ്ധിയോടെയും ചിട്ടാവട്ടങ്ങളോടെയും കുത്തിയോട്ടങ്ങൾ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഒരാഴ്ച കുത്തിയോട്ടം പരിശീലിപ്പിച്ച കുത്തിയോട്ട വഴിപാട് ബാലകരെ അമ്മയ്ക്ക് ബലി നൽകുന്നു എന്നതാണ് ഇതിന്റെ സങ്കല്പം. ഭക്തലക്ഷങ്ങളാണ് കുംഭഭരണി ദിവസം ക്ഷേത്രത്തിലെത്തിയത്. ബാരിക്കേഡും ഫ്ലൈ ഓവറും നടപ്പാലവും സ്ഥാപിച്ചാണ് തിരക്ക് നിയന്ത്രിച്ചത്. കേന്ദ്രമന്ത്രിമാർ, MP-മാർ, MLA എന്നിവരൊക്കെ കുംഭഭരണിയിൽ പങ്കെടുക്കാനെത്തി. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന്റെ ഖ്യാതി യുനെസ്കോ അംഗീകാരത്തിന് കാരണമായിട്ടുണ്ടെങ്കിലും ദേശീയ തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിലേക്കുള്ള ഉയരങ്ങൾ ഇനിയും താണ്ടാനുണ്ടെന്നാണ് പൊതുവിൽ ഇവർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്. ചെട്ടികുളങ്ങരയെ ദേശീയ പ്രാധാന്യമുള്ള കേന്ദ്രമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയം യുനെസ്കോയുമായി ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ചെറുപ്പക്കാരുടെ ഉത്സവമാണ് എന്ന് പറയാം. അവരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് അവരുടെ പൈതൃകത്തിലുള്ള അവരുടെ താല്പര്യമാണ്. കുട്ടിക്കാലഘട്ടത്തിലെ ഈ ഓർമ്മകളാണ്. അതെല്ലാം തന്നെ ആധ്യാത്മികതയിലും അതുപോലെയുള്ള വിശ്വാസത്തിലുമെല്ലാം ഊന്നിക്കൊണ്ടാണ് എങ്കിലും അതുകൊണ്ട് ഓരോ വർഷവും കഴിയുമ്പോഴും ഇതിൻ്റെ പ്രസക്തി കൂടുകയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക മന്ത്രാലയം യുനെസ്കോയുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇത് വലിയ ഒരു യുനെസ്കോയുടെ ഒരു മാതൃകാ ഒരു സ്ഥാപനമായിട്ട് മാറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിജയപ്രാപ്തിയിൽ എത്തും എന്ന് ഞാൻ ആശിക്കുകയാണ്, ആശംസിക്കുകയാണ്.
ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സർക്കാരുകളുടെ ശക്തമായ ഇടപെടൽ വേണമെന്ന് KC വേണുഗോപാൽ MPയും അഭിപ്രായപ്പെട്ടു. ഓരോ വർഷം കഴിയുന്നതോറും വിശ്വാസികൾ കൂടി വരികയാണ്. ആളുകളുടെ മനസ്സിൽ വിശ്വാസം കൂടി വരികയാണ്. നാനാജാതി മനസ്സായ ആളുകളുടെ മനസ്സിലകത്തേക്ക് സ്നേഹത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു വലിയ ചൈതന്യം അമ്മയിൽ നിന്ന് കിട്ടുമെന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. വിശ്വാസികൾക്ക് ഏറ്റവും തീവ്രമായ ഇനിയും ഒരുപാട് വളർച്ചയുണ്ടാകേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇവിടെ വിശ്വാസികളെ അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാനും ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്തിയെടുക്കാനും നാടിൻ്റെ കലാസാംസ്കാരിക പാരമ്പര്യത്തിനും കൂടി ഈ വിശ്വാസതീവ്രമായ അന്തരീക്ഷം ഗുണകരമാക്കുന്നതിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വരും നാളുകളിൽ അതൊക്കെ തന്നെ നമ്മുടെ അജണ്ടയിലുള്ള കാര്യമാണ്. ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ട് കരകൾക്കുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് കെട്ടുകാഴ്ച കരകൾക്ക് നൽകുന്ന ഗ്രാൻഡ് അത് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് കൂടുതൽ ഈ പ്രോത്സാഹനം കരക്കാർക്ക് നൽകി ഈ ഉത്സവം അന്യം നിന്ന് പോകാതെ ഈ കെട്ടുകാഴ്ചകൾ കൂടുതൽ മനോഹരമായി ഈ കാഴ്ചക്കണ്ടത്തിൽ എല്ലാ വർഷവും അണിയിച്ചൊരുക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നും വിവിധ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ലഭ്യമാക്കേണ്ടതാണ്. ഇത് നമ്മുടെ ദേശീയോദ്ഗ്രഥനത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള നാനാജാതി മതസ്ഥർ വന്നു ചേരുന്ന ഒരു ഉത്സവം എന്ന നിലയിൽ ഈ ഉത്സവത്തിന് അതീവ പ്രാധാന്യമുണ്ട്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിനെയും കുംഭഭരണി മഹോത്സവത്തെയും പിൽഗ്രീം ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രതിഭ MLA പറഞ്ഞു. പിൽഗ്രീം ടൂറിസം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് കൂടി നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഭക്തർ എത്തണം. ഇപ്പം ശബരിമലയിലേക്ക് പോകാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. അപ്പം തൊട്ടടുത്ത് തന്നെ ധാരാളം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഉള്ള പ്രദേശമാണ്. അപ്പം ഇവിടെ ഭാവിയിൽ അനന്ത സാധ്യതകളാണ് പിൽഗ്രിം ടൂറിസത്തിന്. ടൂറിസം എന്ന് പറഞ്ഞ ഉടനെ ആൾക്കാർ ചിന്തിക്കുന്നത് ടൂറിസ്റ്റുകൾ വരുന്നു, അങ്ങനെയല്ല, ഭക്തജനങ്ങൾക്ക് കണക്ടിവിറ്റി കൊടുക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത്തരം ആലോചന വന്നിട്ടുണ്ട്. ബജറ്റിൽ ചില പ്രൊപ്പോസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗ്രാൻഡൊക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി ഇനിയും തീർച്ചയായിട്ടും ഫോളോ അപ്പുകൾ ഉണ്ടാവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടേക്ക് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ഭക്തജന തിരക്ക് വർഷാവർഷം വർദ്ധിക്കുന്ന നിലയിലുമാണ്. എന്നാൽ ക്ഷേത്രത്തിൽ ഇതിന് ആനുപാതികമായ വികസനം ഉണ്ടാകുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ക്ഷേത്രം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്തതുമായി ബന്ധപ്പെട്ടതാണ്. ഏതായാലും ആശ്വാസകരമായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുണ്ട്. 1 ടൺ പ്രതിദിന ശേഷിയുള്ള ബയോഗ്യാസ് പ്ലാന്റ് ക്ഷേത്രത്തിൽ നിർമ്മിക്കുമെന്നാണ് പ്രഖ്യാപനം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. മാവേലിക്കരയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ പടിഞ്ഞാറും കായംകുളത്തിന് 7 കിലോമീറ്റർ വടക്കുമായി കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ ആചാരപരവും ചരിത്രപരവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ മുൻനിർത്തി വിശകലനം ചെയ്താൽ ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം വർഷാവർഷം വർദ്ധിക്കുന്നതായാണ് കാണുന്നത്. എന്നാൽ ഇതിനനുസരിച്ചുള്ള വികസനം ക്ഷേത്രത്തിനുണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം. ക്ഷേത്രം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ സംസ്കരണമാണ്. ക്ഷേത്രത്തിലെ പ്രതിദിന മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് അധികൃതർക്ക് വലിയ തലവേദനയായ സാഹചര്യത്തിലാണ് പുതിയ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ 1 ടൺ പ്രതിദിന ശേഷിയുള്ള ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ അറിയിച്ചത്. ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശുചിത്വ മിഷൻ ജില്ലാതലത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഇക്കാര്യത്തിൽ ചെയ്യുമെന്നുള്ളതാണ്. SBM 2ാം ഘട്ടത്തിലെ ഗോവർദ്ധൻ ഘടകത്തിൽ ഉൾപ്പെടുത്തി 1000 കിലോ പ്രതിദിന സംസ്കരണ ശേഷിയുള്ള ദീനബന്ധു മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് 2026-27 സാമ്പത്തിക വർഷത്തെ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കാനാണ് തീരുമാനം. ശുചിത്വ മിഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ട് ഉൾപ്പെടുത്തി 1/2 കോടി രൂപ അടങ്കൽ വരുന്ന സംയുക്ത പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ക്ഷേത്രത്തിലെ പ്രസാദ കഞ്ഞി അവശിഷ്ടങ്ങൾ, കഞ്ഞിവെള്ളം, സദ്യാലയത്തിലെ ഭക്ഷണമാലിന്യം, തിടപ്പള്ളിയിലെ ജൈവമാലിന്യം എന്നിവ നീക്കുന്നതിന് പരിഹാരമാകും. പൂവ്, വാഴയില, കരിക്ക്, മാഴനാര് എന്നിവയുടെ വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റാൻ അനുയോജ്യമായ തുമ്പൂർ മൂഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിക്കും. ചെട്ടികുളങ്ങര അടങ്ങുന്ന ഓണാട്ടുകര പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് ഇതോടെ നടപ്പാക്കുന്നതെന്നും മഹേന്ദ്രൻ പറഞ്ഞു.
ഇനി മറ്റൊരു വിഷയത്തിലേക്ക്. കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിപ്പുര വാതിലിലെത്തിയിരിക്കുകയാണ്. അംഗത്തിന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അരയും തലയും മുറുക്കുന്ന കാലമാണിപ്പോൾ. പ്രധാന മുന്നണികൾ അവരുടെ പ്രമുഖ കക്ഷി നേതാക്കളുടെ നായകത്വത്തിൽ സംസ്ഥാനത്താകമാനം യാത്രകൾ നടത്തുന്ന കാലം കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കായംകുളത്ത് എത്തിയത് കഴിഞ്ഞ ദിവസമാണ്. സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിപ്പുര വാതിലിലെത്തിയിരിക്കുമ്പോൾ സംസ്ഥാനത്താകമാനം മുന്നണികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കേരള യാത്രകൾ തകൃതിയാകുകയാണ്. മരുതായി ഭരതനെന്ന സഖാവ് തന്നെ ഈ നാടിനെ ലോകമെന്നും നാറ്റിച്ചീടും കാരണഭൂതം മരുതായി ഭരതനെന്ന സഖാവ് തന്നെ അമ്പലം കൊണ്ടടിച്ചു മാറ്റി ചെമ്മടിച്ച കാരണഭൂതം എഴുന്നള്ളും നീതു വഴി അഭിവാദ്യങ്ങൾ. അതെന്തോന്ന് അമ്മാതിരിക്കാൻ പറ്റുന്ന പോണ്ട കേട്ടാ. കടക്ക് പുറത്ത് അതിപ്പോ ക്ലിഫ് ഹൗസിൽ പെട്ടെന്നൊരു വിമാനത്താവളത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. കാലാകാലം ഈ 1.5 കോടിയുടെ കാറിൽ സഞ്ചരിക്കാനൊന്നും എനക്കാവൂല കേട്ടാ. ജെറ്റ് വേണം, ജെറ്റ് വിമാനം. അതിനിപ്പോ കാലാകാലം സഖാവ് തന്നെ ആയിരിക്കുമോ മുഖ്യമന്ത്രി? പിന്നല്ലാതെ ലോകാവസാനം വരെ ഞാൻ തന്നെയായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി കേട്ടാ. ഞാനല്ലെങ്കിൽ എന്റെ മരുമകൻ, അതിനുശേഷം ഓന്റെ മരുമകൻ. പിന്നെ വിമാനത്താവളത്തിന്റെ കരാറും നീരാളെങ്കിലും തന്നെ കൊടുക്കണം കേട്ടാ. കമ്മീഷൻ ആദ്യം തന്നെ വാങ്ങി വെക്കാൻ മറക്കണ്ട കേട്ടില്ല. ഓ ആയിക്കോട്ടെ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കായംകുളത്ത് എത്തിയത് കഴിഞ്ഞ ദിവസമാണ്. യാത്ര 2 ദിവസമായിരുന്നു ജില്ലയിൽ പര്യടനം നടത്തിയത്. അരൂർ, ചേർത്തല, ആലപ്പുഴ മണ്ഡലങ്ങളിൽ ആദ്യ ദിനത്തിലും കുട്ടനാട്, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിൽ 2ാം ദിവസവും പുതുയുഗ യാത്ര എത്തി. കായംകുളത്ത് എൽമെക്സ് ഗ്രൗണ്ടിലാണ് സ്വീകരണം നൽകിയത്. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ കേരളം സൃഷ്ടിക്കുക, മാർക്സിസ്റ്റ് ഭരണത്തിൽ നിന്ന് കേരളത്തെ വീണ്ടെടുക്കുക, ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പ്രകാശമാനമായൊരു കാലഘട്ടത്തിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കുക. എല്ലാ രംഗവും തകർന്നിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവിതം താറുമാറായി. സാമ്പത്തികമായി എല്ലാ തരത്തിലും ജനങ്ങൾ ഇന്ന് ദുരിതമനുഭവിക്കുകയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതുപോലെ തകർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ നിത്യജീവിതത്തിൽ അത് അനുഭവപ്പെടുകയാണ്. UDF നേതാക്കൾ സംസാരിച്ചു. ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തെ പ്രമുഖ അഭിനേതാവായ യവനിക ഗോപാലകൃഷ്ണൻ, കായംകുളം നഗരസഭ മുൻ കൗൺസിലറായ CPIയിലെ നാദിർഷ ചെട്ടിയത്ത് എന്നിവരടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. കണ്ണൂരിൽ ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ പുതുയുഗ യാത്രയ്ക്കുണ്ടായിരുന്നു. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും UDF വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കായംകുളത്തെത്തിയ പുതുയുഗ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. UDF 100-ലധികം സീറ്റ് വാങ്ങി വിജയിക്കുമെന്നും കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു കാര്യം ബോധ്യമാകും. അവർ വരുന്നത് കേവലം അധികാര മാറ്റത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി കൂടിയാണ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഇനി UDF കേരളത്തെ പുറകിലേക്ക് നടത്തില്ല. നമ്മുടെ കേരളം മുന്നിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. അതെല്ലാം ചർച്ച ചെയ്യേണ്ടതിന് പകരം ഇവിടെ വർഗീയതയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് സംഘപരിവാറിനെ അറിയാം. നമ്മൾ സന്തോഷമായിട്ടിരുന്നാൽ അവർക്ക് സങ്കടം വരും. അപ്പം നമ്മളെ ഭിന്നിപ്പിക്കും, വിദ്വേഷ പ്രസംഗം നടത്തും. നമ്മൾ ശത്രുക്കളെ പോലെ തമ്മിലടിക്കുമ്പോഴാണ് അവർക്ക് സമാധാനമാണ്.
പക്ഷേ എൻ്റെ സങ്കടം, സംഘപരിവാറിൻ്റെ അതേ വഴിയിലൂടെ കേരളത്തിലെ CPM സഞ്ചരിക്കുന്നു. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിൻ്റെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപൂർവമായ നികുതി ഭരണം കൊണ്ട് ഖജനാവിൻ്റെ ചോർച്ചയടയ്ക്കാൻ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ സ്വീകരിച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് നമ്മളത് ചെയ്യും. എന്നിട്ട് ഖജനാവ് നിറയുമ്പോൾ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ, ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവൻ്റെ സങ്കടങ്ങൾ മാറ്റും, അവൻ്റെ കണ്ണീരൊപ്പം അവൻ്റെ ജീവിത നിലവാരം ഉയർത്തും. നമ്മൾ ഈ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും. ഭൂരിപക്ഷ വർഗീയത പറയാനും ന്യൂനപക്ഷ വർഗീയത പറയാനും UDF സമ്മതിക്കില്ല. ആര് പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യും. ഏത് കോല കൊമ്പൻ വന്ന് പറഞ്ഞാലും നമ്മളതിനെ ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്യില്ല, വെള്ളം ചേർക്കില്ല. ഇനി ചിലർ വന്ന് പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, പേടിപ്പിക്കാൻ വരും. എടോ, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയരുതെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയും. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും VD സതീശനും ഒക്കെ ഇനി കുറച്ച് നാൾ കൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാകും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ ഈ മക്കളും ഈ കൊച്ചുമക്കളും ഉണ്ടാവും. അവർ ജീവിക്കുന്ന കേരളത്തിലെ സൗഹാർദ്ദം തകർക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ UDF, ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരും. എല്ലാവരും കൂടി ഒരുമിച്ച് കായംകുളത്ത് UDFന്റെ വിജയക്കൊടി പാറിക്കണം. ഒരു വാക്കുകൂടി പറയാം, ഇവിടെ UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ ആ സ്ഥാനാർത്ഥി ജയിക്കുന്ന MLAയുടെ സ്വീകരണ സമ്മേളനത്തിൽ ഞാൻ വരും. വാക്കാണ്. നിലവിലെ സാമ്പത്തിക വർഷം അവസാനിച്ച് നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് പോകുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ബജറ്റ് അവതരണങ്ങളുടെ കാലം കൂടിയാണ്. 2025 ഡിസംബറിലായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് എന്നതിനാൽ ത്രിതല പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണകാലത്തെ ആദ്യ ബഡ്ജറ്റാണ് ഈ ദിവസങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഭരണിക്കാവ്, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ, മാവേലിക്കര നഗരസഭ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചു. ഇതിൽ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് ബാലസൗഹൃദമായിരുന്നു. അവയവദാനത്തിലൂടെ രാജ്യത്തിന്റെ ശ്രദ്ധ നേടിയ ആലിനോടുള്ള ആദര സൂചകമായാണ് ബജറ്റ് ബാലസൗഹൃദമാക്കിയത്. ഫെബ്രുവരി മാസത്തിന്റെ 2ാം പാതിയും മാർച്ച് മാസത്തിലുടനീളവുമാണ് ബജറ്റുകളുടെ കാലം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം മാത്രം പിന്നിടുമ്പോൾ ത്രിതല പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണകാലത്തെ ആദ്യ ബജറ്റാണ് ഇക്കുറി അവതരിപ്പിക്കപ്പെടുന്നത്. ഭരണിക്കാവ്, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ, മാവേലിക്കര നഗരസഭ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചു. ബാലസൗഹൃദമായ ബജറ്റാണ് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബി വർഗീസ് അവതരിപ്പിച്ചത്. അവയവദാനത്തിലൂടെ ശ്രദ്ധേയായ കുരുന്ന് ആലിനോടുള്ള ആദര സൂചകമായാണ് ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തായി മാറുന്നതിനുള്ള വിവിധ പദ്ധതികൾ അംഗനവാടികളിലും സ്കൂളുകളിലും നടപ്പാക്കുന്നതിനുള്ള തുക ബഡ്ജറ്റിൽ വകയിരുത്തിയത്. PMAY SC വിഭാഗം ഭവന നിർമ്മാണ പദ്ധതികൾക്കായി 15,04,000 രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു. ഭവന നിർമ്മാണ പൂർത്തീകരണത്തിനായി നമ്മുടെ ബഡ്ജറ്റിൽ ലൈഫിലും PMAYയിലുമായി ആകെ 1,77,61,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പരമാവധി മുൻതൂക്കം നൽകിക്കൊണ്ട് നാടിൻ്റെ പുരോഗതിയിലേക്കുള്ള ഒരു മാർഗരേഖയായി ഈ ബഡ്ജറ്റ് മാറുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ബഹുമാന്യായ പ്രസിഡന്റിൻ്റെ ആമുഖ സന്ദേശത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഇക്കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റ് പ്രാദേശിക സർക്കാരുകൾക്ക് വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. 62 ലക്ഷം മനുഷ്യർക്ക് പ്രതിമാസം ക്ഷേമ പെൻഷൻ ലഭ്യമാകുന്ന, 32 ലക്ഷം വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭ്യമാകുന്ന കേരളത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതിൽ ഏറെ അഭിമാനിക്കുന്നവരാണ് നാം എല്ലാവരും. ഈ നാടിനെ വർഗീയമായി ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികൾക്കെതിരെയും പോരാടിയാണ് മതേതര കേരളത്തെ നാം സൃഷ്ടിച്ചത്. ഒരു നാടിൻ്റെ മുന്നോട്ടുള്ള വികസന കുതിപ്പിന് ആ നാട്ടിലെ മതേതര രാഷ്ട്രീയം നൽകുന്ന പിന്തുണ. ലൈഫ് PMAY പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭവനങ്ങൾ പൂർത്തിയാക്കുന്നതിന് തുക വകയിരുത്തി ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കും പകൽ വീടുകൾക്കും എയ്ഡഡ് സ്കൂളുകൾക്കും ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഭൂമിയും വീടും അനുബന്ധ സൗകര്യങ്ങളും നൽകുന്നതിനോടൊപ്പം 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പഠനമുറികളും
മെറിറ്റോറിയസ് സ്കോളർഷിപ്പുകളും നൽകുന്നതിനും പ്രത്യേകം വിഹിതം നീക്കിയിരിപ്പുണ്ട്. പട്ടികജാതി വിഭാഗങ്ങളുടെ അടുക്കള നവീകരണത്തിന് ആയുള്ള സ്മാർട്ട് കിച്ചൺ പദ്ധതി ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നതാണ്. മിശ്ര വിവാഹത്തിനുള്ള ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിക്കായി തുക അനുവദിച്ചിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ സ്മാർട്ട് ക്ലാസ് റൂം, ലൈബ്രറികളും ആധുനിക ടോയ്ലറ്റുകളും ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കും. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ജി വിവേക് അവതരിപ്പിച്ചത് സാമൂഹ്യ സുരക്ഷയ്ക്കും കൃഷിക്കും കുടിവെള്ളത്തിനും ഭവന പദ്ധതിക്കും തെരുവ് നായകളുടെ സംരക്ഷണത്തിനും ഊന്നൽ നൽകുന്ന ബജറ്റാണ്. നെൽകൃഷി വികസനത്തിന് ലിഫ്റ്റ് ഇറിഗേഷൻ, ആധുനിക ലിഫ്റ്റുകൾ, പാടശേഖരങ്ങൾക്ക് മോട്ടോർ തറ, ഇലക്ട്രിക് ലൈൻ എക്സ്റ്റൻഷൻ, മോട്ടോറുകൾ എന്നിവയ്ക്കായി പദ്ധതി രൂപീകരിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിൽ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമിടും. ഇതാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. ലിസ്റ്റിൽ 288 ഗുണഭോക്താക്കളാണുള്ളത്. 159 പേർ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. 56 ഭവനങ്ങൾ പൂർത്തിയായി. എഗ്രിമെന്റ് വെച്ച മുഴുവൻ ഭവനങ്ങളും പൂർത്തീകരിക്കുന്നതിനാവശ്യമായ പദ്ധതി രൂപീകരിക്കും. ബൃഹത്തായ കുടിവെള്ള പദ്ധതിയാണ് ബഹുമന്ത്രി ശ്രീ സൈചര്യ നടപ്പിലാക്കുന്നത്. അതിനോടൊപ്പം ചേർന്ന് നിന്ന് പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കലും ഗാർഹിക കണക്ഷനും എന്ന പദ്ധതി ആവിഷ്കരിക്കും. ABC പ്രോഗ്രാം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷം നടപ്പിലാക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ABC പ്രോഗ്രാം. തെരുവ് നായ്ക്കളുടെ സംരക്ഷണവും വന്ധ്യംകരണവും ഉദ്ദേശിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനപ്രകാരം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത്, ചെങ്ങന്നൂർ നഗരസഭ, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 8 പഞ്ചായത്തുകൾ എന്നിവയ്ക്കായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു പദ്ധതിയായി ഇത് മാറും. 2025-26 പദ്ധതിയിൽ ഇപ്പോൾ ആ റിവിഷൻ ചെയ്തപ്പോൾ വീണ്ടും 1 കോടി രൂപ നമ്മൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടാതാണ് 26-27 വർഷത്ത് 1 കോടി രൂപയുടെ ഇപ്പം വീണ്ടും ഉൾപ്പെടുത്തുന്നത്. സർക്കാരിന്റെ വികസിത കേരളം പദ്ധതിയുമായി ചേർന്ന് PMAY ഭവന പദ്ധതിക്ക് പ്രഥമ പരിഗണന നൽകും. കാർഷിക മൃഗസംരക്ഷണ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകി. പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കായി തുക വകയിരുത്തി. കാലഘട്ടത്തിന്റെ ആവശ്യകത മുന്നിൽ കണ്ട് MRF പദ്ധതി വിപുലീകരിച്ച് 8 പഞ്ചായത്തുകളിലായി യോജിച്ച് ഗ്ലാസ് കുപ്പികളുടെ സംഭരണത്തിനും അത് പൊടിച്ച് വിപണനം നടത്തുന്നതിനാവശ്യമായ പദ്ധതികൾ രൂപീകരിക്കും എന്നിവയുൾപ്പെടെ ബജറ്റിലുണ്ട്. മാവേലിക്കര നഗരസഭയിൽ മാലിന്യവാഹിനിയായ കോട്ടത്തോടിനെ സമൃദ്ധമായ കനാലാക്കി മാറ്റുന്നതിനും വൈഫൈ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് സുരക്ഷിത നഗരം പദ്ധതി നടപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ഗോപൻ അവതരിപ്പിച്ചത്. പൊതുജന പരാതി പരിഹാര സെൽ നവീകരണം, സേവനങ്ങളുടെ സമയം നിർണ്ണയിച്ച് ടൈം ബൗണ്ട് സർവീസ് ഡെലിവറി നടപ്പാക്കൽ എന്നിവയാണ് സേവന മേഖലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭവന നവീകരണ സഹായം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ, ധനകാര്യ ശാസ്ത്രീയത, വരുമാന വർധനവിനായി നികുതി ശേഖരണം കാര്യക്ഷമമാക്കുകയും ചിലവിൽ സുതാര്യത ഉറപ്പുവയ്ക്കുകയും ചെയ്യുന്നു. സർക്കാർ ഗ്രാന്റുകളും പദ്ധതി ഫണ്ടുകളും ഫലപ്രദമായി വിനിയോഗിച്ച് വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രധാന ലക്ഷ്യം. 18-നും 50-നും ഇടയിൽ പ്രായമുള്ള നിർധന കുടുംബത്തിലെ വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം, കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനമുള്ള സെൻസറോട് കൂടിയ LED ലൈറ്റുകൾ സ്ഥാപിക്കുന്ന സ്മാർട്ട് ലൈറ്റ് മാവേലിക്കര, നഗര സൗന്ദര്യവൽക്കരണ മിഷൻ, വാൾ പെയിന്റിംഗ് ആൻഡ് ഗ്രീൻ കോറിഡോർ പദ്ധതി, മഴവെള്ള നിയന്ത്രണ വെള്ളക്കെട്ട് പരിഹാര പദ്ധതി, പുതിയ കൾവർട്ട് നിർമ്മാണം, നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം, ലാബ് സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ആരോഗ്യ മാവേലിക്കര 2.0, മൊബൈൽ ഹെൽത്ത് ക്ലിനിക്, പോഷണ സുരക്ഷ പദ്ധതി, സ്കൂളുകളിൽ തുംകൂർ മൂഴി മോഡൽ മാലിന്യ സംസ്കരണ കമ്പോസ്റ്റ്, വീട്ടുവളപ്പിലെ കമ്പോസ്റ്റ് യൂണിറ്റ് സബ്സിഡി, പ്ലാസ്റ്റിക് ഫ്രീ വാർഡ് പദ്ധതി എന്നിവ നടപ്പാക്കുമെന്ന് ബജറ്റ് പറയുന്നു. പൊതുവിദ്യാലയങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനും ഇൻസിനറേറ്ററും സ്ഥാപിക്കും. നഗരസഭാ പരിധിയിലെ കുളങ്ങളിൽ പെൺകുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനം, ഡിജിറ്റൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് കോർണർ പദ്ധതി, ഈ ലൈബ്രറി, പിന്നോക്ക വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് സെന്റർ, പൊതു പാർക്കുകളിൽ ഓപ്പൺ ജിം സൗകര്യം, യോഗ ആൻഡ് ഫിറ്റ്നസ് ക്യാമ്പുകൾ, നഗര കാർഷിക പദ്ധതിയിലൂടെ ടെറസ് ഫാമിംഗ് പ്രോത്സാഹനം തുടങ്ങിയ എല്ലാ മേഖലകളുടെയും വളർച്ച ലക്ഷ്യമാക്കിയുള്ള ബജറ്റാണ് മാവേലിക്കരയിലുള്ളത്.
സ്വാഭാവിക നിബിഡ വനമില്ലാത്ത ജില്ല എന്ന വിശേഷണം ആലപ്പുഴയ്ക്കുണ്ട്. മിയോവാക്കി അടക്കം മനുഷ്യനിർമ്മിത ലഘുവനങ്ങൾ പലയിടത്തും പേരിനു വേണ്ടിയുണ്ടെങ്കിലും തീരപ്രദേശങ്ങളും കായലുകളും നെൽപ്പാടങ്ങളും കൊണ്ട് പ്രശസ്തമായ ആലപ്പുഴ ജില്ലയിൽ ഔദ്യോഗികമായി റിസർവ് ഫോറസ്റ്റ് മേഖലകളില്ല. എന്നാൽ സ്വാഭാവിക നിബിഡ വനമോ ഇടതൂർന്ന ചെറിയ കാടുകളോ പോലും ഇല്ലെങ്കിലും അടുത്ത കാലത്തായി വന്യമൃഗശല്യം ആലപ്പുഴ ജില്ലയിലും ദൃശ്യമായത് വിചിത്രാനുഭവമായി മാറിയിട്ടുണ്ട്. ജില്ലയുടെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കാട്ടുപോത്തിനെ കഴിഞ്ഞ ദിവസം കണ്ടത് അത്ഭുതത്തിനൊപ്പം ആശങ്കയ്ക്കും വകയുണ്ടാക്കിയിരുന്നു. അറബിക്കടൽ തീരവും വേമ്പനാട് കായലും കുട്ടനാട് പ്രദേശത്തെ വിശാലമായ നെൽപ്പാടങ്ങളും നേരിയ തോതിൽ കുന്നിടങ്ങളുമൊക്കെ ചേർന്നതാണ് ആലപ്പുഴ ജില്ലയുടെ ഭൂപ്രകൃതി. ജനസാന്ദ്രത കൂടുതലും കൃഷിയിടങ്ങൾ വ്യാപകവുമായതിനാൽ വനമേഖലകൾ ഇവിടെ രൂപപ്പെട്ടിരുന്നില്ല. എന്നാൽ സ്വാഭാവിക നിബിഡ വനമോ ചെറിയ കാടുകളോ പോലും ഇല്ലെങ്കിലും അടുത്ത കാലത്തായി വന്യമൃഗശല്യം ആലപ്പുഴ ജില്ലയിലും ദൃശ്യമായത് വിചിത്രാനുഭവമായി മാറിയിട്ടുണ്ട്. ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ കാട്ടുപന്നിയുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു വന്യജീവിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത്ഭുതത്തിനപ്പുറം ആശങ്കയ്ക്കും വഴിവെക്കുന്നു. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിന് സമീപം KP റോഡിലാണ് ആദ്യം കാട്ടുപോത്തിനെ കണ്ടത്. ലെപ്രസി കേന്ദ്രത്തിന് പുറത്ത് പിൻഭാഗത്ത് നിന്നും കാട്ടുപോത്ത് റോഡിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. കാൽപ്പാടുകളും ഫോട്ടോകളും വീഡിയോകളും പരിശോധിച്ച് കാട്ടുപോത്താണെന്ന് സ്ഥിരീകരിച്ച വനം വകുപ്പ് സംഘം പരിശോധന നടത്തുകയും ചെയ്തു. ചരുമോട് ഭാഗത്ത് ഒരു കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഈ പ്രദേശത്താണ് നമ്മുടെ പടകുളം ചുരക്കര ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള പിന്നെ കളിക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നിലവിൽ ഇന്ന് രാവിലെ സൈറ്റ് ചെയ്തത്. അങ്ങനെ ഇതിന്റെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഹൈ ടെൻഷൻ 220 ലൈനിന്റെ അടിയിൽ കൂടിയുള്ള ട്രാക്കാണ്. അതിലാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇതിന്റെ താഴെ എല്ലാം ഒരുപാട് ഫോഡറുണ്ട്, തീറ്റപ്പുല്ല് ആവശ്യം പോലെ ഉണ്ട്. അത് മേഞ്ഞത് പൊക്കോണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ അത് മേഞ്ഞ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ബണ്ടുണ്ട്. ബണ്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അച്ചൻകോവിലാറിലേക്ക് എത്തുന്നുണ്ട്. അതിന്റെ സൈഡിൽ കൂടെ ആയിരിക്കാം ഇത് ഇങ്ങനെയൊക്കെ കടന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന ഒരു പാതയിലാണെന്നാണ് പ്രാഥമികമായിട്ട് ഞങ്ങളുടെ ഒരു നിഗമനം. അതല്ല, ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇതിന്റെ സാന്നിധ്യം ഉറപ്പുവരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ബാക്കിയുള്ള ഞങ്ങളുടെ സയന്റിഫിക് ആയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ, ഡാർട്ടിങ് അടക്കമുള്ള നടപടിക്രമങ്ങൾക്കായിട്ടുള്ള നടപടികൾ ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അടിയന്തരം എന്തായാലും ഞങ്ങൾ ഒരു രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതുപോലെ ജനങ്ങളെല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം കാട്ടുപോത്തിനെ നമുക്ക് വളരെ ദൂരത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജീവി തന്നെയാണ്. പക്ഷേ അതിന്റെ ഒരു അറ്റാക്കിംഗ് ഡിസ്റ്റൻസ് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആൾക്കാർ നോക്കുക. അതുപോലെ തന്നെ അതിന്റെ ഫോട്ടോകൾ പകർത്തുക, വീഡിയോകൾ ചിത്രീകരിക്കുക. അതിനൊക്കെ മുതിരുമ്പോൾ അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ നാട്ടുകാരും ഞങ്ങളോടൊപ്പം ഒന്ന് സഹകരിക്കുക. ഇവിടെ ഇപ്പോൾ ചുനക്കര ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ അദ്ദേഹം ഉണ്ട്, ഇവിടെ ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരുടെയും ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ സൈറ്റിങ് എവിടെ ഉണ്ടായാലും ഞങ്ങളെ കൃത്യമായിട്ട് ഒന്ന് അറിയിക്കുക. ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി ഒരു അപകടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആൾക്കാർ ജാഗ്രത പാലിക്കേണ്ടതാണ്. നൂറനാട്ടിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെയുള്ള ചുനക്കര കളിക്കണ്ടം ഭാഗത്തും പിന്നീട് കാട്ടുപോത്തെത്തി. ചുനക്കര വഴി കടന്നു പോകുന്ന 220 kV ഹൈടെൻഷൻ ലൈനിനടിയിലൂടെ കളിക്കണ്ടത്തിന് കിഴക്ക് ഭാഗത്തുള്ള പുഞ്ചയിലേക്ക് കാട്ടുപോത്ത് കടന്നതായാണ് കണ്ടെത്തിയത്. ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ കാട്ടുപോത്ത് എത്തിയത് മാവേലിക്കര പുതിയകാവ് ഭാഗത്തായിരുന്നു. പുതിയകാവ് പാലത്തിനടുത്താണ് യാത്രക്കാരനായ ഒരാൾ കാട്ടുപോത്തിനെ കണ്ടത്. അതേസമയം വന്ന വഴിയെ കാട്ടുപോത്ത് വനത്തിലേക്ക് തിരികെ പോകാനാണ് സാധ്യതയെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. കാട്ടുപോത്തിന്റെ സാന്നിധ്യമുള്ള മാവേലിക്കരയിലെ പ്രദേശങ്ങളുടെ വടക്ക് ഭാഗം അച്ചൻകോവിലാറാണ്. ആറിന്റെ തീരത്തുകൂടി കാട്ടുപോത്ത് തിരികെ വനത്തിലേക്ക് പോകുമെന്നാണ് നിഗമനം. വാർത്തകളിൽ ചിലവ പുനർവായനയ്ക്ക് വിധേയമാകുന്നു, ചില വാർത്തകൾ വിശകലനത്തിന് വിധേയമാകുന്നു. അത്തരം പുനർവായനയും വിശകലനവുമാണ് വാരം വാർത്താ വിചാരം. വാരം വാർത്താ വിചാരത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.